മൃദുൽ ജോർജും അരുൺ ബോസും ചേർന്ന് എഴുതി ഹെൻറിയുടെ ഒരു ചെറുകഥയുടെ ആശയം ഉൾക്കൊണ്ടു എന്ന് പറയാം. അത്തരം ഒരു കഥയാണ്. അതിനാസ്പദമാക്കിയിട്ട് തിരക്കഥ എഴുതി അരുൺ ബോസ് സംവിധാനം ചെയ്ത സിനിമയാണ് മിണ്ടിയും പറഞ്ഞു. അസലായിട്ടുണ്ട്. വളരെ ചെറിയ, വളരെ ലഘുവായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണ്. പല ആളുകൾ എഴുതിയത് കണ്ടിരുന്നു. അതായത് ഒരു ഷോർട്ട് ഫിലിമിലുള്ള സബ്ജക്റ്റേ ഉള്ളൂ എന്നൊക്കെ എഴുതി. അത് തന്നെയാണ് അതിൻ്റെ വിജയം. കാരണം അത്ര സിമ്പിളായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ഒരു ഇത്രയും ഡ്യൂറേഷൻ ഒരു ഫീച്ചർ ഫിലിം ലെങ്ത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിന്, ഒട്ടും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ പാകത്തിന് എഴുതിയിട്ടുണ്ട്. അതിനെ സിനിമയായി ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ വിജയവും. ഉണ്ണിമുകുന്ദൻ്റെ ആദ്യകാല സിനിമകളോട് അത്ര വലിയ ഫാനൊന്നും ആയിരുന്നില്ല. വിക്രമാദിത്യനൊക്കെ ഇറ്റ് വാസ് ഗുഡ്. മാത്രമല്ല ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ എനിക്കൊരു ക്രിഞ്ച് അടിക്കുമോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. ഇവരുടെ ആ ഒരു പെയർ, ആ ഒരു ജോഡി, ഉണ്ണിമുകുന്ദനും അപർണ ബാലമുരളിയും ആ ഒരു ജോഡി നല്ല രസമായിട്ടുണ്ട്. അവരുടെ ഒരു പ്രണയമാണ്, അവരാണ് കൂടുതലും സമയം സ്ക്രീനിലുള്ളത്. പക്ഷേ ഒട്ടും ബോറടിപ്പിക്കാതെ വളരെ രസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതിന് ഇടയ്ക്ക് വരുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അത് ജാഫ്രിഡിക്കൊക്കെ ഗംഭീരമുണ്ടാവും, വളരെ ഇമോഷണലാവുന്ന, ആ കൂടി 3-4 സീനിലേ ഉള്ളൂ. പക്ഷേ നമുക്ക് അത്രയും ഇഷ്ടം തോന്നുന്ന ആ കഥാപാത്രം, അദ്ദേഹത്തിനോടും ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വീട്ടിൽ വരുന്നൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിലും ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയുടെ പശ്ചാത്തലം ഇപ്പോൾ ഒരു ഹൈ റേഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഹൈ റേഞ്ചിനെ കുറിച്ചും അതിൻ്റെ ഒരു ജോഗ്രഫിയെക്കുറിച്ചും മറ്റുള്ള സ്ഥലങ്ങളെക്കുറിച്ചും, മഴ ഒരു പ്രധാന കഥാപാത്രമാണ് ഈ സിനിമയിൽ. ഇനി മറ്റുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചെറിയ കഥാപാത്രങ്ങളായിട്ട് വരുന്ന RJ മുരുകൻ വരുന്നുണ്ട്. RJ വിനീത എന്നാണ് ഉണ്ണിമുകുന്ദൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നത്. അത് ഗംഭീരമായിട്ടുണ്ട്. എന്ത് രസമായിട്ട് എനിക്കറിയില്ല അവർ മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഈ വന്ന് പോകുന്ന ചെറിയ കഥാപാത്രങ്ങൾ പോലും അവരുടെ പശ്ചാത്തലം മുഴുവൻ നമുക്ക്, ഇതൊന്നും പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്, പക്ഷേ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റും അല്ല, അതിൻ്റെ ഒരു ആഴത്തിലേക്ക്, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടുതൽ പറയാതെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു മാജിക് അതിൽ ചെയ്യുന്നുണ്ട്. അതാണ് ഈ സിനിമ ഇങ്ങനെ എൻ്റർടൈനിങ് ആയിട്ട് ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതെന്ന് തോന്നുന്നു. ടുവേർഡ്സ് ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭാഗം. ഇപ്പോൾ ഞാൻ ഇതിന് പറഞ്ഞു വരാനുള്ള ഒരു പച്ചക്കറി കടക്കാരനായിട്ട് അനിൽ ശിവറാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ടൈറ്റിൽസ് പോകുമ്പോൾ കണ്ടതാണ്. അപ്പോൾ ചെറിയൊരു സീനാണ്, പക്ഷേ അതുപോലും നമ്മളെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി അതാണെന്ന് തോന്നുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റിനെ എത്ര എൻഗേജിങ് ആയിട്ട്, എത്ര ഇമ്മേഴ്സീവായിട്ട്, എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ സ്ക്രിപ്റ്റ് സെൻസും അതിൻ്റെ ഫിലിം മേക്കിംഗ് സെൻസും ഉള്ള ആളുകളാണ് മൃദുലും അരുൺ ബോസും. ഓഫ് കോഴ്സ് അവർ മുമ്പ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ലൂക്ക നമ്മൾ കണ്ടതാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഔട്ട്പുട്ടാണ് അത് ടൊവിനോ തോമസ് അഭിനയിച്ചിട്ടുള്ളത്. അതിനുശേഷം മാരുവിലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അരുൺ ബോസിൻ്റെ മറ്റൊരു സിനിമയുണ്ട്. അതും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള, നല്ലൊരു കാസ്റ്റും ഒക്കെയുള്ള മൂവിയായിരുന്നു അത്. മധു അമ്പാട്ടാണ് ഇതിൻ്റെ DOP. സൂരജ് കുറുപ്പാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്തിട്ടുള്ളത്. അപർണ ബാലമുരളി പാടിയിട്ടുണ്ട്. അസലായിട്ടുണ്ട് ആ സോങ്. കേട്ടിരിക്കാൻ പറ്റുന്നു. ഇത് സിനിമയിലല്ലാതെയും കേൾക്കാൻ രസമുള്ളൊരു സോങ് ആണത്. ഇതിൻ്റെ സംവിധായകൻ അരുൺ ബോസ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതായത് ആദ്യത്തെ 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ണിയും മറക്കും, അപർണ ബാലമുരളിയും മറക്കും എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരിയാത്. കാരണം നമ്മൾ പിന്നെ സനലിനെയും ലീനയും മാത്രമേ കാണുന്നുള്ളൂ സിനിമയിൽ. അവരുടെ ഒപ്പമാണ് നമ്മുടെ സഞ്ചാരം. എനിക്ക് തോന്നുന്നു പ്രണയം ഉള്ളിലുള്ളവർക്കും ഡീപ്പായിട്ട് പ്രണയിക്കുന്നവർക്കും, NRIസിനും, NRI ആണ് ഇതിലെ ഉണ്ണിയുടെ കഥാപാത്രം. NRI ആണ്. NRIസിനും ഓൺടർപ്രണർ ആവുന്ന ആളുകളും ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകളും ഓൺടർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഒക്കെ, അവർക്കൊക്കെ നിർബന്ധമായും കാണേണ്ട ഒരു സിനിമയാണ് മിണ്ടിയും പറഞ്ഞു.